ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ വലിയ നോയമ്പിൻ്റെ അനുഭവത്തിലേക്കും ആചരണത്തിലേക്കും വലിയവനായ ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കും കരുതിയ എല്ലാ പരിപാലനങ്ങൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തോടെ ഈ സമയം ചേർന്നിരിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രത്യേക ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യങ്ങൾ വായിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 40-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്ത് ഭാഗമാണ് ഞാൻ വായിച്ചത്. നിരവധി തവണ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെയും ചെയ്തിരിക്കുന്ന ഒരു വേദഭാഗം. ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയുന്നത് യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതം അവസാനിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള നാഴിക കർത്താവ് പറഞ്ഞ് പിതാവ് തന്നെ നിയോഗിച്ച് ആക്കിയിരിക്കുന്നത് പോലെ കർത്താവിനെ പ്രസാദകരമായി യാഗമായി സമർപ്പിക്കേണ്ടുന്ന ഒരു സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് താൻ അറിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരെ അതിനുവേണ്ടി പ്രബോധിപ്പിക്കുകയും ഒരുക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെയും ചെയ്തതിന് ശേഷം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് താൻ കടന്നു വരുന്ന വേദഭാഗമാണ് ഇതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഗെത്സമന എന്ന തോട്ടത്തിലേക്ക് അവർ ശിഷ്യരുമായിട്ട് കടന്നു വരുന്നു. അവിടെ തനിക്ക് പ്രിയമുള്ള 3 ശിഷ്യന്മാരുമായിട്ട് അകത്തേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വിശേഷാൽ ഈ സമയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ നിയോഗിച്ച് ആക്കി യേശു കർത്താവ് കുറച്ചു മുന്നോട്ട് നീങ്ങിപ്പോയി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ്ണ് വീണ് 3 തവണ പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടേതായിട്ടുള്ള ആഴമേറിയ അനുഭവത്തെ, പ്രാർത്ഥനയിൽ വേണ്ടുന്ന ഒരുക്കത്തെ, പ്രാർത്ഥനയിൽ നമ്മൾക്കുണ്ടാകേണ്ടുന്ന മനോഭാവത്തെ ഒക്കെയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയെ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത്. യേശു കർത്താവിൽ പ്രത്യേകാൽ എടുത്തു പറയേണ്ടുന്ന ഒരു സ്വഭാവ സവിശേഷത എന്നുള്ളത് നിരന്തരമായി പിതാവിൻ്റെ സന്നിധിയിൽ രാത്രി പകലും ഒക്കെയും എപ്പോഴും തനിക്ക് പിതാവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന പിതാവിൻ്റെ സന്നിധിയിൽ താൻ കഴിച്ചു വന്നിരുന്ന പ്രാർത്ഥനയാണ് എന്ന് എബ്രായർ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെയും ആ നാഴികയിൽ യേശു കർത്താവ് പ്രത്യേകാൽ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന 3 പ്രാർത്ഥനകളാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ശ്രദ്ധാവിഷയം. അതിൻ്റെ 39-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: പിതാവേ, കഴിയുമെങ്കിൽ. ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. കർത്താവെ, പിതാവെ, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ, അങ്ങേക്ക് അത് കഴിയുന്ന ഒരു വിഷയമാകുന്നെങ്കിൽ ഈ നാഴിക ഒഴിഞ്ഞു പോകുവാൻ, വിശേഷാൽ പിതാവായ ദൈവത്തിൻ്റെ മഹാകോപം ഞാൻ ചുമക്കേണ്ടി വരുന്നു, പാപത്തിൻ്റെ കഠിനമായിരിക്കുന്ന ശിക്ഷാവിധി, ആ ദണ്ഡനം ഞാൻ ഏൽക്കേണ്ടതായിട്ട് വരുന്ന ഈ നാഴികയിൽ കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന പിതാവിൻ്റെ സന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും യേശു കർത്താവ് 100% പിതാവായ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ ദൈവം തന്നെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെയും യേശു കർത്താവിലുണ്ടായിരുന്ന മറ്റൊരു ഗുണം, താൻ പൂർണ്ണമായിട്ടും മനുഷ്യനായിരുന്നു. തനിക്ക് ദാഹിച്ചു, തനിക്ക് ക്ഷീണിച്ചു,
തനിക്ക് ഉറക്കം വന്നു, താൻ അധ്വാന ഭാരത്താൽ ക്ഷീണിച്ചവനായിരുന്നു എന്നുള്ളതൊക്കെയും ഒരു മാനുഷികമായിട്ടുള്ള സ്വഭാവത്തെ രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ ഈ മരണത്തോട് അടുക്കുന്ന സമയവും മരണത്തെ താൻ നേരിടുവാനായിട്ട് കടന്നു പോകേണ്ടുന്ന സമയവും തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭയത്തെ അവിടെ മറച്ചു വെക്കാതെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ അതിന് 37-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, താൻ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നതായിട്ട് കാണാം. താൻ ദുഃഖിച്ചു, വ്യാകുലപ്പെട്ടു, മരണവേദന പോലെ തൻ്റെ ഉള്ളം അതിദുഃഖത്താൽ ഭാരപ്പെട്ടതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഒരു സ്വഭാവം അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും, ഞാൻ അനുഭവിക്കുന്ന എല്ലാ വ്യാകുലതകളെയും, എല്ലാ ദുഃഖത്തിൻ്റെതായിട്ടുള്ള അധിഭാരത്തെയും ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്ന നല്ല ഇടയനായിരിക്കുന്ന കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും കർത്താവിന് മനസ്സിലാകും. കാരണം അവൻ്റെ ഹൃദയം ഒരിക്കൽ നമ്മളെപ്പോലെ വേദനപ്പെട്ടതാണ്, ഒരിക്കൽ നമ്മെപ്പോലെ വ്യാകുലപ്പെട്ടതാണ്, ദുഃഖത്താൽ അധിഭാരം അനുഭവിച്ചവനാണ്. ഇവിടെ താൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്ന്, ഈ ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന്, ഇഫ് പോസിബിൾ, കഴിയുമെങ്കിൽ പിതാവേ എന്നെ രക്ഷിക്കണം. എന്നാൽ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കഴിയുമെങ്കിൽ എന്ന് തുടങ്ങിയിട്ട് താൻ ആ പ്രാർത്ഥനയുടെ ഭാഗം അവസാനിപ്പിക്കുന്നത്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, പിതാവിൻ്റെ ഇഷ്ടം മാത്രം നടപ്പാക്കപ്പെടണം. എന്നാൽ എൻ്റെ ഇഷ്ടം കഴിയുമെങ്കിൽ എന്നാണെങ്കിൽ അവിടുത്തെ ഇഷ്ടം അല്ല എങ്കിലും എനിക്ക് പ്രയാസമില്ല എന്ന് താൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ അതിദുഃഖത്തിൻ്റെ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രയാസത്തിൻ്റെ നടുവിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് ദുഃഖം നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രാർത്ഥിക്കേണ്ടുന്ന രീതി പിതാവിൻ്റെ ഇഷ്ടം ആരാഞ്ഞ് അറിഞ്ഞുകൊണ്ടായിരിക്കണം, പിതാവിനോട് ആലോചന ചോദിച്ചുകൊണ്ടായിരിക്കണം. പിതാവേ, ഞാൻ ഈ പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ടായിരിക്കണം. ഇല്ല എന്നാണ് അവിടുത്തെ മറുപടിയെങ്കിൽ, കർത്താവെ അതിനു വേണ്ടുന്ന കൃപ, അതിനു വേണ്ടുന്ന ദൈവഹിതം എനിക്ക് വെളിപ്പെടുത്തണം എന്നായിരിക്കണം. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനയെക്കുറിച്ചിട്ട് അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, രണ്ടാമതും, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ. അവിടെ രണ്ടാമത് കർത്താവ് പറയുന്നത് ഇങ്ങനെ, ഇത് ഞാൻ കുടിക്കണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടം തന്നെ ആണ് എങ്കിൽ നിൻ്റെ ഇഷ്ടം ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ കർത്താവിനെ ആദ്യം താൻ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ. രണ്ടാമത് താൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നിൻ്റെ ഇഷ്ടം ഇത് തന്നെയാണ്, ഞാനിത് കുടിക്കാതെ നീങ്ങി പോകയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പിതാവേ, അതിനു വേണ്ടുന്ന ദൈവഹിതത്തെ വെളിപ്പെടുത്തണമേ, അതിനു വേണ്ടുന്ന ദൈവകൃപയെ എൻ്റെ മേൽ തെരുമാറാകണം. അതായത് കഷ്ടതയിലും പ്രയാസത്തിലും നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിലാപങ്ങളും പ്രലാപങ്ങളും പ്രയാസങ്ങളും നിരാശകളുമല്ല, ദൈവ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് വിധേയപ്പെട്ടു കൊടുക്കുന്ന അനുഭവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം എന്ന് യേശു കർത്താവ് നമുക്ക് മുന്നോടിയായി ഒരു മാതൃക വെച്ചിരിക്കുക, നമ്മുടെ മുമ്പാകെ ഒരു മാതൃക വെച്ചിരിക്കുക. ചില പ്രയാസങ്ങളെല്ലാം അതികഠിനമല്ലേ, ചില പ്രയാസങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ്, ചില പ്രയാസങ്ങൾക്കൊന്നും ഒഴിവില്ല, പലതിനും നീക്കുപോക്കുള്ളപ്പോൾ ചില പ്രയാസങ്ങൾക്കൊന്നും നീക്കുപോക്കില്ലാതെ നമ്മൾ വലയുന്നത് പോലെ ആയിപ്പോകുവാനായിട്ട് സാഹചര്യമുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ യേശു കർത്താവ് പറയുക, കർത്താവേ, അതിൻ്റെ മീതൊരു കൃപ തരണമേ, അതിൻ്റെ മീത് ദൈവഹിതം വെളിപ്പെടുത്തുമാറാകണമേ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിത്തീരുവാനായിട്ടിടയാകണം. ഞാൻ പ്രയാസത്തിൻ്റെ നടുവിൽ ഉഴന്നു പോകാതിരിക്കത്തക്കവണ്ണം ദൈവകൃപയാൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ഇഷ്ടത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തി കൊടുക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യത്തെ രേഖപ്പെടുത്തിയിരിക്കുക. പലപ്പോഴും നമ്മുടെ ആവശ്യഭാരങ്ങളെ ചൊല്ലി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. പലപ്പോഴും ഉത്തരം വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന നിർത്തുന്നില്ല. പക്ഷെ പ്രയാസം ഇതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടം പിടിച്ചു വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞിട്ടില്ല, ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടം നടപ്പാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമകരമായിട്ടുള്ളൊരു പ്രാർത്ഥന.
അവിടെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിധേയപ്പെട്ട് കൊടുക്കുവാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല, നമ്മുടെ ജീവിതം പാകപ്പെട്ടിട്ടില്ല, സാഹചര്യത്തെ ദൈവഹിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥന 44 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി കർത്താവ് പ്രാർത്ഥിച്ചു. എന്താണോ 42 വാക്യത്തിൽ താൻ പ്രാർത്ഥിച്ചത്? പിതാവേ, ഞാൻ കുടിക്കാതെ വണ്ണം ഈ പാനപാത്രം ഒഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ നിന്റെ ഹിതം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് താൻ രണ്ടാമത് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ മൂന്നാമതും പ്രാർത്ഥിക്കുക. അങ്ങനെ മൂന്നാമതും താൻ അത് പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും ദൈവ ഇഷ്ടത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയും അതിൽ നിന്ന് പിന്മാറുന്നില്ല, ഇനിയും വേണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇനിയും ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൗലോസിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെ ചിന്തിക്കാനായിട്ട് കഴിയും. പൗലോസ് തൻ്റെ ശരീരത്തിൽ ഒരു ശൂലം, തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെക്കുറിച്ച്, ക്രിസ്തുയേശുവിനെ കുറിച്ചിട്ടുള്ള പരിജ്ഞാനത്തിൻ്റെ ആഴമേറിയ അനുഭവം വന്നപ്പോൾ താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു പിശാചിനെ തന്നെ കുത്തുവാനായിട്ട് നിയോഗിച്ചതായിട്ടൊക്കെയും വചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ ആ പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ശൂലം തൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുവാൻ വേണ്ടി താൻ നിരന്തരമായി പ്രാർത്ഥിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ ഒടുവിൽ ദൈവത്തിന് പ്രാർത്ഥന കേട്ടിട്ട് മറുപടി പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന. എപ്പോൾ കർത്താവിൽ നിന്ന് അപ്രകാരം ഒരു ഉത്തരം ലഭിച്ചുവോ, എപ്പോൾ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചിട്ടുള്ള ആഴമായ ബോധ്യം തൻ്റെ ഹൃദയത്തിൽ വന്നുവോ, അന്ന് താൻ പ്രാർത്ഥന നിർത്തി. അന്ന് മുതൽ താൻ ആ കൃപയിൽ ശക്തിപ്പെടാൻ തുടങ്ങി. അന്ന് മുതൽ ആ കൃപയിൽ ബലം കണ്ടെത്തുവാൻ തുടങ്ങി. അന്ന് മുതൽ തൻ്റെ പ്രയാസത്തെ അതിജീവിക്കുന്ന ദൈവകൃപയോടെ നടക്കുവാനായിട്ട് താൻ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ രണ്ടു വട്ടവും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവ് മൂന്നാമത് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നടക്കണമേ എന്ന. അതുപോലെ നിന്റെ ഹിതം പോലെ നടക്കണമേ, നിന്റെ ഹിതം അതിലേക്ക് കടന്നു വരുമാറാകണം, എന്നെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം എന്നുള്ള പ്രാർത്ഥനയായി. ലൂക്കോസ് സുവിശേഷം 22 അധ്യായം 43 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുണ്ടായ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചു. അവൻ്റെ പ്രയാസങ്ങളെ, അവൻ്റെ ഭാരങ്ങളെ, അവൻ്റെ ദുഃഖങ്ങളെ, താൻ അനുഭവിക്കാനിരിക്കുന്ന കഷ്ടങ്ങളെ തൻ്റെ ശരീരത്തിൽ ആവഹിച്ചപ്പോൾ അതിനാശ്വാസം പകരുവാനായിട്ട് ദൈവം തൻ്റെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ദാനിയേൽ ഒരു വിഷയത്തിന് വേണ്ടി ദിവസങ്ങളോളം എടുത്ത് പ്രാർത്ഥിച്ചു. ദൈവദൂതൻ വന്ന് പറഞ്ഞത്, നീ പ്രാർത്ഥിച്ച അപ്പോഴേ അതിൻ്റെ മറുപടിയായി എന്നുള്ളതാ. എന്നാൽ ദേശത്തിൻ്റെ പ്രഭു അതിനെ തടുത്തു കളഞ്ഞു. പിന്നെ മീഖായേൽ വന്ന് യുദ്ധം പോരാടി അതിൽ നിന്ന് ഒരു വിടുതലോടെ ആ ഉത്തരം പറയുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ദൂതൻ ദാനിയേലിനെ അറിയിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ ദൈവേഷ്ടം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, ദൈവേഷ്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ദൈവേഷ്ടത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൂതൻ കാര്യങ്ങളെ ഏറ്റെടുക്കുവാൻ, കാര്യങ്ങളെ ക്രമീകരിച്ചു തരുവാൻ, നമുക്ക് ആശ്വാസം പകർന്നു തരുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാനായിട്ട്, നമ്മെ ശക്തീകരിക്കുവാനായിട്ട് പിതാവായ ദൈവം കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട് എന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരു നുയമ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന നമുക്ക് വിവിധമായിട്ടുള്ള ഭാരങ്ങളും വിവിധമായിട്ടുള്ള വിഷയങ്ങളുമുണ്ട്. സർവോപരി ദൈവത്തോട് അടുത്തു വരുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന പരമമായിട്ടുള്ള വീണ്ടെടുപ്പ് നിമിത്തം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സമാധാനം കാംക്ഷിച്ചുകൊണ്ട്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സഖിത്വം കാംക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. ഈ 3 പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് ആരാഞ്ഞ് അറിയുന്ന പ്രാർത്ഥന, പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വിധേയപ്പെട്ടു കൊടുക്കുന്ന പ്രാർത്ഥന, പിതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കണമേ, അതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന പ്രാർത്ഥന. ഇവിടെയെല്ലാം പിതാവിൻ്റെ വചനം എന്താണോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറ്റപ്പെടേണ്ടത് അതുപോലെ നിറവേറ്റുവാൻ പിതാവ് തൻ്റെ മഹത്വം തൻ്റെ പുത്രനിൽ വെളിപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ കർത്താവ് നൽകുന്ന ആഹ്വാനം ഇതാണ്, ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ.
ഇപ്രകാരം ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ, ഇപ്രകാരം കർത്താവിന് വേണ്ടി വേറിട്ട് കർത്താവിൽ നിന്ന് ആലോചന പ്രാപിക്കുന്ന ഒരു ദിവസങ്ങളായി തീരുവാൻ, കർത്താവിൻ്റെ ആലോചനകൾക്ക് വിധേയപ്പെട്ട് കൊടുക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കുവാൻ, അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കാൻ യേശു കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഒരു നാഴിക ഉണർന്നിരുന്ന് അവിടുത്തോട് കൂടെ പലവിധമായിട്ടുള്ള വിചാരങ്ങളും പലവിധമായിട്ടുള്ള ആവശ്യഭാരങ്ങളും പലവിധമായിട്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ ഞെരുക്കുവാനായിട്ട് സെറ്റായി നിൽക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയുക, ആ വിചാരങ്ങളിൽ നിന്നൊക്കെ മാറി അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വിചാരത്തിൽ ഉഴറ്റിക്കളയുന്ന പലവിധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയും ഒന്ന് മാറി കുറച്ചു നേരം അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിട്ട്, കർത്താവേ അവിടുത്തെ ഹിതം എന്താണ്? കർത്താവേ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, കർത്താവേ നിന്റെ ഹിതത്തിനു വേണ്ടി ഞാൻ എന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പിതാവായ ദൈവം കരുണയോടെ തൻ്റെ പുത്രൻ നിമിത്തം നമ്മെ അവിടുത്തിലേക്ക് അടുപ്പിക്കുന്ന അനുഭവങ്ങളാകട്ടെ ഈ വലിയ നൊയമ്പിൻ്റെ അനുഭവം. നമുക്ക് പോരാട്ടമുണ്ട്, തീർച്ചയായിട്ടും അവിടെ പറയുന്നു. ആത്മാവിൽ ഈ വചനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുളവാ എന്ന് വന്നേക്കാം, ഒരു പക്ഷേ നമുക്കതുപോലെയൊക്കെ ആകണമെന്നുള്ള ഇച്ഛ നമ്മുടെ ഹൃദയത്തിൽ വന്നേക്കാം. പക്ഷേ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ജഡീകതകളുണ്ട്, നമ്മെ പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ബലഹീനതകളുണ്ട്. എന്നാൽ അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് ആത്മാവിൽ ജാഗരിച്ച് കുറച്ചു സമയം കർത്താവ് നമ്മെ ക്ഷണിക്കുകയല്ലേ, കർത്താവ് നമുക്ക് കൽപ്പന തന്നിരിക്കുകയല്ലേ, ആയതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥന നിരതരമായിരിക്കുന്ന ഈ നൊയമ്പ് ഈ പ്രാർത്ഥനയുടെ അനുഭവമാക്കി തീർക്കുവാൻ, കർത്താവ് യേശു ക്രിസ്തുവിനെ ഏറെ അനുഭവിക്കുന്ന ഒരു സമയമായി തീരുവാൻ വലിയവനായ ദൈവം ഈ നൊയമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.